ഒരു കരയുണ്ടെന്നും അക്കരയുണ്ടെന്നും വിശ്വസിക്കുന്നവരാകുന്നു. ബർസഖാകുന്ന അറബിക്കടലിനപ്പുറത്ത് പരലോകമാകുന്ന മഹാലോകമുണ്ട്, അനന്തമായ ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. അവിടെയാണ് സൗഖ്യമുള്ളത്, അവിടെയാണ് ആനന്ദമുള്ളത്, അവിടെയാണ് പാട്ടുള്ളത്, അവിടെയാണ് മേളയുള്ളത്, അവിടെയാണ് ഡാൻസ് ഉള്ളത്. വല്ലാഖിറത്തു ലഹിയൽ ഹയവാനു ലൗകാനു യഅലമൂൻ. പരലോകമാണ് യഥാർത്ഥമായ ജീവിതം, അവർക്ക് കാര്യബോധമുണ്ടെങ്കിൽ എന്ന് ഖുർആൻ പറയുന്നു. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് ഏറ്റവും ഉത്തമമായത്, അതാണ് അനശ്വരമായത്, എന്നെന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ശാശ്വതമായ സൗഭാഗ്യത്തിന് വേണ്ടി അല്പസമയം ക്ഷമിക്കാം, അല്പസമയം നമുക്ക് സഹിക്കാം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നല്ല മാതൃകാപരമായ വിവാഹങ്ങളാകണം നമ്മുടേത്. മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകമായി പറയുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിമ്മിഷ്ടം തോന്നരുത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യം നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് പറഞ്ഞത്. മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ മാതൃക എന്താണ്? ലോകത്ത് മുസ്ലിമുകൾ നിയുക്തരായത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു താല നമ്മളെ നിശ്ചയിച്ചത് എന്തിന്? നമ്മൾ നാടകം കളിക്കാനോ ഡാൻസ് കളിക്കാനോ ആഡിത്യമർക്കാനോ നിയുക്തരായവരല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ സയ്യിദ് അതാ കിസ്റ അയാളുടെ സാമ്രാജ്യമായ പേർഷ്യ കീഴടക്കാൻ വേണ്ടി സൈന്യത്തെ വിടുകയാണ്. ആ സൈന്യം അതാ മാർച്ച് ചെയ്തു പോകുന്നു. വഴിമധ്യേ എത്തിയപ്പോൾ പേർഷ്യയുടെ വൻ സൈന്യത്തിൻ്റെ സൈന്യാധിപനായ സർവ്വസൈന്യാധിപനായ റസ്തം എന്ന റുസ്തുമുൽ ഫാരിസി കേൾക്കുന്നു, മുസ്ലിമുകൾ അറേബ്യയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അവൻ വഴിമധ്യേ താവളമടിക്കുന്നു. താവളമടിച്ച് അതാ അവിടെ ദൂതനെ വിടുന്നു. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹുവിൻ്റെ തിരുസന്നിധാനത്തിലേക്ക് ദൂതനെ വിടുന്നു. നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ ഒരു ദൂതനെ ഇങ്ങോട്ട് വിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളെ വിട്ടത്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഒരു സാധാരണക്കാരനായ അറബിയെ അതാ തിരഞ്ഞെടുക്കുന്നു. ബഹുമാനപ്പെട്ട ആമിർ എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു അറബി, അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് കയറി സന്ദേശവാഹകനായി അതാ റുസ്തുമുൽ ഫാരിസി എന്ന് പറയുന്ന പേർഷ്യയുടെ സർവ്വസൈന്യാധിപനെ സമീപിക്കുകയാണ്. അങ്ങനെ അറബി പ്രതിനിധി വരുന്നുവെന്ന് കേട്ടപ്പോൾ അയാൾ റുസ്തും പറയുന്നു, നിങ്ങളിവിടെ പട്ടുപരവതാനി വിധാനിക്കണമെന്ന്, പട്ടുവിരിപ്പുകൾ വിരിച്ചുകൊണ്ട് പട്ടുപരവതാനി വിധാനിക്കണമെന്ന്, സിംഹാസനം സുസജ്ജമാക്കണമെന്ന്. അങ്ങനെ പട്ടുപരവതാനിയുടെ രണ്ടു വശങ്ങളിലുമായി രത്നഖചിതങ്ങളായ ഉപദാനങ്ങൾ, തലയിണകൾ അതാ നിരത്തി വെക്കാൻ വേണ്ടി പറയുന്നു. എന്തിനാണ്? ഈ സാധാരണക്കാരനായ അറബി അങ്ങകലെ ആഹാരം കിട്ടാത്ത, വെള്ളം കിട്ടാത്ത, ആയുധങ്ങളില്ലാത്ത, ആർഭാടമില്ലാത്ത, പട്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അറബികൾ ഇത് കണ്ട് കണ്ടഞ്ചി അത്ഭുതപരതരായി പേടിച്ച് ഭയവിഹ്വലരായി തിരിച്ചു പോകുമെന്ന് കരുതിക്കൊണ്ട് റുസ്തും പറയുന്നു, നിങ്ങൾ പരവതാനി വിധിക്കണമെന്നും അവിടെ രത്നഖചിതങ്ങളായ സിംഹാസനങ്ങൾ ചുറ്റുവശത്തും രത്നഖചിതങ്ങളായിട്ടുള്ള തലയണകൾ ചാരി വെക്കണമെന്നും, മാത്രമല്ല സിംഹാസനം അണിയിച്ചൊരുക്കി വെക്കണമെന്നും. സിംഹാസനത്തിൻ്റെ മുകളിലതായിരിക്കുന്നു റുസ്തുമുൽ ഫാരിസി റിബഈ എന്ന് പറയുന്ന മഹാനായ അറബി സ്വഹാബി. അദ്ദേഹം തൻ്റെ ചാവാളി കുതിരയുടെ പുറത്ത്, സാധാരണ കുതിരയുടെ പുറത്ത് കയറി തൻ്റെ കുന്തം കയ്യിലേന്തിക്കൊണ്ട് അതാ വരുന്നു. പരവതാനിയുടെ സമീപത്തെത്തി. അദ്ദേഹം അതാ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി. റുസ്തും കണക്ക് കൂട്ടുന്നു, പരവതാനി കണ്ട് നെട്ടിപ്പോയിട്ടുണ്ടെന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ സ്വർഗലോകത്ത് കണ്ണ് നട്ടിട്ടുള്ള സ്വഹാബിക്ക് ഈ പട്ടുപരവതാനി ഒന്നുമായിരുന്നില്ല. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, മനുഷ്യ മനസ്സിൽ ഉദിക്കുക പോലും ചെയ്യാത്ത അവാച്യ അനുഗ്രഹങ്ങളുടെ വിളനിലമായ സ്വർഗലോകം കണ്ടുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമുകൾക്ക് ഈ പട്ടുപരവതാനി ഒന്നുമായിരുന്നില്ല. ആ മഹാനായ സഹാബി തൻ്റെ കുതിരപ്പുറത്ത് കയറി നോക്കി. ഇറങ്ങി നോക്കുമ്പോൾ കുതിരയെ പിടിച്ചു കെട്ടാൻ അവിടെ മരമില്ല, ചെടികളില്ല, ആണികളില്ല, കുറ്റികളില്ല. ആ കുതിരയുടെ കയറെടുത്തുകൊണ്ട് മഹാനവറുകൾ അവിടെയുള്ള വലിയൊരു തലയണയോട് കൂട്ടിക്കെട്ടുകയാണ്. പട്ടാളോദ്യോഗസ്ഥന്മാർ ഓടി വന്ന് കൈക്ക് പിടിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഈ രത്നഖചിതമായ ഉപധാനത്തിലേക്ക് നിങ്ങളുടെ മൃഗത്തെ പിടിച്ചു കെട്ടുകയാണോ? എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ ചെയ്യുന്നത്? സ്വഹാബി പറയുന്നു, ഞാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്, എൻ്റെ വാഹനമാണ് ഈ മൃഗം. അത് നഷ്ടപ്പെട്ടാൽ തിരിച്ച് ഈ അനന്തമായ ഈ മരുഭൂമി താണ്ടി എൻ്റെ സ്നേഹിതന്മാരുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കെട്ടുന്നു.
റുസ്തും വിളിച്ചു പറയുന്നു, അവിടെ തന്നെ ഇരിക്കട്ടെ, ആളിങ്ങോട്ട് വരട്ടെ. മഹാനായ സഹാബി തൻ്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് പട്ടുപരവതാനിയിൽ കുത്തി ഓട്ട സൃഷ്ടിച്ചുകൊണ്ട്, ദ്വാരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. പട്ടാളക്കാർ കടന്നു പിടിച്ചു. നിങ്ങൾ കണ്ടില്ലേ, വിലപിടിപ്പുള്ള പരവതാനിയാണ്, ഈ പരവതാനി നിങ്ങൾ ഓട്ടയാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ സഹാബി പറയുന്നു, ഞാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പോട്ട് വരാം. അപ്പോൾ റുസ്തും വിളിച്ചു പറയുന്നു, അയാൾ ഇങ്ങോട്ട് വരട്ടെ, അയാളുടെ ഇഷ്ടം പോലെ വരട്ടെ. അടുത്തു വന്നു. എന്താണ് തൻ്റെ വശമുള്ള സന്ദേശമെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് റുസ്തുമുൽ ഫാരിസി ക്ഷണിച്ചു വരുത്തുന്നു. മുമ്പിലെത്തിയപ്പോൾ തറയിൽ ഇരിക്കാൻ വേണ്ടി പറയുന്നു. മുമ്പിൽ ഇരിക്കാൻ വേണ്ടി പറയുന്നു. ഞങ്ങൾ മുസ്ലിമിങ്ങൾ പട്ടുമെത്തയിൽ ഇരിക്കുകയില്ല, ഞങ്ങൾ പട്ടിലിരിക്കുകയില്ല. സഹാബി തൻ്റെ കുന്തം അവിടെ നാട്ടി നിർത്തി സംസാരിക്കാൻ തുടങ്ങി. റുസ്തുമുൽ ഫാരിസി, രാജകീയ പ്രൗഢിയുള്ള സർവ്വസൈന്യാധിപൻ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നു, ഈ വിദൂരമായ അറബ് നാട്ടിൽ നിന്ന്, ആഹാരം കിട്ടാത്ത, വെള്ളം കിട്ടാത്ത നാട്ടിൽ നിന്ന് നിരായുധരായ നിങ്ങൾ, സർവായുധരായ ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ എന്തിനു വന്നു? ഞങ്ങളുടെ പ്രൗഢി നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ റുസ്തുമിൻ്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കുന്ന രീതിയിൽ മഹാനായ സ്വഹാബി ഗർജിച്ച ഗർജനം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. മഹാനായ പ്രിയമുള്ള സഹോദരന്മാരെ, യുവാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മുസ്ലിമിങ്ങൾ അള്ളാഹു ഈ ഭൂമിയിൽ നിയോഗിച്ചത് എന്തിനു വേണ്ടി? സ്വഹാബി പറയുന്നു, നിങ്ങൾ എന്തിനു വന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, لنخرج عباد الله من عبادة العباد إلى عبادة الله وحده ومن ضيق الدنيا إلى سعتها ومن جور الأديان إلى عدل الإسلام. ഞങ്ങളെ മുസ്ലിമീങ്ങളായ ഞങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ജനങ്ങളെ അല്ലാഹുവിൻ്റെ അടിയങ്ങളെ മോചിപ്പിക്കാൻ, എന്നിൽ നിന്ന് മോചിപ്പിക്കാൻ, അവർ സൃഷ്ടികളെ ആരാധിക്കുക, അവരുടെ അടിമത്വം സ്വീകരിക്കുക എന്ന അധമത്വത്തിൽ നിന്ന്, ആ പാരതന്ത്ര്യത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ഏകനായ ലോകത്തിൻ്റെ ഏകാധിപതിയായ ഉടയതമ്പുരാനെ ആരാധിക്കുക എന്ന സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ കൈപിടിച്ച് ആനയിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ്. മാത്രമല്ല, ദുന്യാവിൻ്റെ ഇടുക്കത്തിൽ നിന്ന്, സങ്കുചിതത്തിൽ നിന്ന് അതിൻ്റെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ. മുസ്ലിമുകൾക്ക് ദുന്യാവ് വിശാലമാണ്, സുഖലോലുപരായ ഭൗതികന്മാർക്ക് അത് സങ്കുചിതമാണ്. അതെന്താ? മുസൽമാന് കല്യാണം കഴിക്കാൻ കുറഞ്ഞ ചെലവ് മതി. ഖൈറുൻ നിക്കാഹി ബറക്കത്തൻ അഖല്ലുഹാ മുഅ്മിന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറുൻ നിക്കാഹി അഅ്ലമുൻ നിക്കാഹി ബറക്കത്തൻ. വിവാഹത്തിൻ്റെ കൂട്ടത്തിൽ വെച്ച് ബറക്കത്ത് ഏറ്റവും കൂടിയത് ഏതാണ്? അനുഗ്രഹം ഏറ്റവും കൂടിയത്, അത് ചെലവ് ഏറ്റവും കുറഞ്ഞത്. ഏറ്റവും ചെലവ് കുറഞ്ഞ നിക്കാഹ് ഏതാണോ അതാണ്. ഭൗതികന്മാർക്കോ അവർക്ക് വീഡിയോ വേണം, അവർക്ക് ഫോട്ടോഗ്രാഫർ വേണം, നാടകം വേണം, സിനിമ വേണം, വേണ്ടാത്തരങ്ങൾ മുഴുവനും വേണം, അല്ലേ? ആണിനെയും പെണ്ണിനെയും എല്ലാം കൂടി ഒപ്പിയെടുക്കുക, അല്ലേ? ആരെങ്കിലും വായ വളർന്നതുമാണ് ഒപ്പിയെടുക്കുക. തിന്നുന്നതും ചുമക്കുന്നതും പെണ്ണുങ്ങൾ കുട്ടികൾക്ക് അമ്മിഞ്ഞ കൊടുക്കുന്നതും എല്ലാം ഒപ്പിയെടുക്കുന്നു, അല്ലേ? ഒരു പെണ്ണ് അമ്മിഞ്ഞ കൊടുക്കുന്നത് ഒപ്പിയെടുത്ത് ആ ഫോട്ടോ ചിത്രം വിദേശത്ത് പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ അത് കണ്ടതിൻ്റെ പേരിൽ ഒരു വിവാഹമോചനം നടന്ന സംഭവം കേട്ടിട്ടുണ്ട്. വിവാഹ പന്തലിൽ ആണും പെണ്ണ്, ആണുങ്ങൾക്ക് വിളമ്പാൻ ആണുങ്ങളും മതി, പെണ്ണുങ്ങൾക്ക് വിളമ്പാൻ പെണ്ണുങ്ങളും. പെണ്ണുങ്ങളുടെ സദസ്സിൽ വമ്പന്മാരായി ആഹാരം വിളമ്പാനും അവിടെ ഫോട്ടോ പിടിക്കാനുമായിട്ട് നടക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്, പൂവാലന്മാരെന്ന് വേണമെങ്കിൽ പറയാം. പെണ്ണുങ്ങളുടെ സദസ്സിൽ ആഹാരം, പെണ്ണുങ്ങളിൽ ഈ ആഹാരം ഉണ്ടാക്കുന്ന നിനക്ക് 24 മണിക്കൂർ ആഹാരം ഉണ്ടാക്കി തരുന്ന പെണ്ണുങ്ങളിൽ അവർക്കറിയില്ല ആഹാരം ഉണ്ടാക്കാനും വിളമ്പാനും. വലിയ കല്യാണം ആകുമ്പോൾ ചിലപ്പോൾ സദ്യക്കുന്ന ആഹാരം പുരുഷന്മാരുടെ സഹായം വേണം, അവർ ആഹാരം ഉണ്ടാക്കിക്കൊള്ളട്ടെ. പെണ്ണുങ്ങളുടെ സദസ്സിൽ പെണ്ണുങ്ങൾ വിളമ്പട്ടെ, അല്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളുടെ എല്ലാം കൂടി എന്തിനാ വീഡിയോ ക്യാമറയിൽ പകർത്തുന്നത്? ഇതൊക്കെ അനാവശ്യമല്ലേ? ഈ അനാവശ്യത്തിന് വേണ്ടി നാം ചിലവഴിക്കുന്ന കാശുകൾ